ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കൊച്ചിയിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ എവിടെ പോകണമെന്നൊന്നും ഒരു പ്ലാനില്ല നമുക്ക്. ഇവർ വണ്ടി ആയിട്ട് കൊല്ലും ഗൈസ്. നമ്മൾ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അങ്ങനെ 1-2 സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി പോകാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഫോർട്ട് കൊച്ചി പോയാൽ നമുക്ക് കുറച്ച് നല്ല പിക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ്, അവിടെ നല്ല പിക്ക് എടുക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോർട്ട് കൊച്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടന്നിട്ടാട്ടോ ഓരോ സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ ഓരോന്നൊക്കെ എടുക്കുന്നുണ്ട്. നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഞങ്ങൾ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം കാണാൻ പോകണമെന്നാണ് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ പോണ പോക്കിൽ ഞാൻ ക്യാമറ ഓണാക്കിയപ്പോൾ നല്ല ക്ലിയർ, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഞാൻ 1-2 വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ ഷോ ഇടുന്നുണ്ട് അവിടെ കിടന്നിട്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകും. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്, കാരണം നല്ല അടിപൊളി സ്പോട്ടാണ് അവിടെ. ഫോട്ടോ എടുക്കാനും അതേപോലെ ഈ ഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന പോക്കിൽ ജ്യോതിർമയിനെ കണ്ട് അവിടെ ഏത് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അതിനെ കണ്ട് കുറേ അവിടെ നിന്ന് ഞങ്ങൾ ചിരിച്ച്. പക്ഷേ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനും ഞങ്ങൾ നിന്നില്ല കേട്ടോ. പിന്നെ അവർ വേഗം പോയി, കാർ കയറിപ്പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്, ഓരോ സ്പോട്ടും കണ്ട് അതുപോലെ നല്ല കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയുള്ളത് പിന്നെ കുറേ ഷോപ്പുകളുള്ള സ്ഥലത്താട്ടാ. അവിടെ കുറേ ഷോപ്പുകളുണ്ട്, പല സാധനങ്ങളുണ്ട്, പല എന്താ പറയുക കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല, ഒക്കെ അങ്ങനെ നോക്കി. കുറേ സിന്ദൂറിട്ടക്കുന്ന പെട്ടി, അതുപോലെ കുറേ ശില്പങ്ങൾ അങ്ങനെ പല ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് കാണാൻ. അത് കാണാനല്ല ഭംഗിയുണ്ട്, ഒരു ആമനൊക്കെ ഉണ്ടാക്കിയത് കാണാൻ. ഞാൻ ജസ്റ്റ് പോയി തൊട്ട് നോക്കി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ പോയത് കുറേ ഡ്രസ്സും സാധനങ്ങളും അതുപോലെ കുറേ ബാഗും ചെരുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കി. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഇഷ്ടമായില്ല, കുറേ ചായ ഉണ്ട് കാണാൻ, ഒരു രസമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഡ്രസ്സുകളൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽ കയറി ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമായാലേ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. നമ്മൾ കണ്ടാൽ പിന്നെ നമ്മൾ നോക്കുമല്ലോ എന്താ എങ്ങനെയാന്നൊക്കെ നോക്കും. റേറ്റൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല റേറ്റ്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് കുറേ ഉണ്ട്, അടിപൊളി സാധനങ്ങളുണ്ട്. അത് നമുക്ക് പറ്റിയെന്നല്ല, കുറേ എന്താ പറയുക നോർത്ത് ഇന്ത്യക്കാർക്ക് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നടന്നത് കുറേ ഡ്രസ്സ് അങ്ങനെ കുറേ ടോപ്പുകളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കുക കേട്ടോ. റേറ്റൊക്കെ ചോദിച്ചാൽ അയാളോട്. അപ്പോൾ അയാൾ പറഞ്ഞ് ഇത്ര 450 ഉള്ളൂ, റേറ്റൊന്നും ഓവറൊന്നുമില്ല. ആ ഷോപ്പിലാണ് എനിക്ക് 1-2 ഇഷ്ടമായത്. പിന്നെ കുറേ ക്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ക്യാപ്പൊക്കെ 1-2 ക്യാപ്പൊക്കെ ഇട്ട് നോക്കി, എന്താ പാട് രസം ഉണ്ടാകുന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കി. ഇങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ റോഡ് മുറിഞ്ഞ് കടന്നിട്ട് അപ്പുറത്ത് നല്ല കുറേ ഡെക്കറേഷൻസൊക്കെ കാണാൻ രസമുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറം കടന്നിട്ട് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുണ്ടാകുന്ന കൊണ്ട് അങ്ങനെ നടക്കാട്ടെ. അങ്ങനെ എവിടേക്കാന്നൊരു പ്ലാനൊന്നും ഇല്ല, അങ്ങനെ പോകുന്നെ ഫുൾ. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ റോഡിൽ ഓപ്പോസിറ്റ് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണോ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കി, എന്തെങ്കിലും ഇല്ലാണ്ട് ഇപ്പോൾ ആൾക്കാർ കൂടില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ പോയി നോക്കിയപ്പോൾ കണ്ടതാണെങ്കിലോ ഒരു എന്താ പറയുക അടിപൊളിയായിട്ടൊരു ചങ്ങായി അവിടെ നിന്നിട്ട് ചിത്രം അങ്ങനെ വരയ്ക്കുന്നുണ്ട്. കലാകാരനാണ്, നല്ലൊരു കലാകാരൻ. അവിടെ നിന്നിട്ട് അവിടെ കാണുന്ന വ്യൂ, അത് നമ്മൾ അവിടെ നിന്ന് കാണുന്ന വ്യൂ തന്നെ അയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കാണ്. ആ ബിൽഡിങ്ങും ആ കോണിൻ്റെ സ്റ്റെപ്പും ആ മരങ്ങളും ഒക്കെ അതുപോലെ അയാൾ അതേപോലെ വരയ്ക്കുന്നുണ്ട്. അടിപൊളിയായി വരയ്ക്കുന്നത്. ഞാൻ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ പോയത് കുറേ ഫ്രഷ് മീനുകൾ വെക്കുന്ന ഒരു ഷോപ്പിൻ്റെ അങ്ങോട്ട് ആട്ടം. അവിടെ പോയി നോക്കിയപ്പോൾ ഉണ്ടെങ്കിൽ വലിയ ഞണ്ട്, മക്കളെ വലിയ ഞണ്ട് വെച്ചാൽ ഇത്രയും വലിയ ഞണ്ട് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും വലിയ ഞണ്ട്, അതാണ് നല്ല ജീവുള്ള ഞണ്ട്, ബ്ലാക്ക് കളറായിട്ട്. പിന്നെ അതുപോലെ കുറേ ചെമ്മീനുണ്ട്, പിന്നെ കൊഞ്ചുണ്ട്, ഒക്കെ ചെറുതല്ല വലുത്. പിന്നെ വലിയ വലിയ കുറേ മീനുകളുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഷോപ്പിലാണെങ്കിൽ കുറേ കളിക്കുന്ന പിള്ളേർക്ക് പറ്റിയ കുറേ സാധനങ്ങൾ, പാമ്പ് സ്പിന്നർ അങ്ങനത്തെ കുറേ സാധനങ്ങളും ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന്. പിന്നെ ഞങ്ങൾ പോയത് വാട്ടർ മെട്രോൻ്റെ അങ്ങോട്ടാണ്. പക്ഷെ വാട്ടർ മെട്രോയിൽ കയറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ആയി കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോയിട്ടോ. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഇപ്പുറം നിൽക്കുന്നു. നല്ല ബിൽഡിങ്ങുകളൊക്കെ അല്ല, ഒരു പഴമ, പക്ഷെ നല്ല കളർഫുൾ ആണേനും.
പിന്നെ നമുക്ക് ഫോട്ടോ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കും. കാരണം ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻ്റാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും ഫുൾ കളർഫുള്ളായിട്ടും അതേപോലെ ഓരോ ഫോട്ടോസൊക്കെ അടിക്കാം. കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ഭംഗിയുണ്ടായി. ഞാനവിടെ നിന്ന് 1-2 വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബിഗ് ബി ഷൂട്ടിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ. അവിടെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ ഫിലിമിൽ കാണുന്ന അത്ര ലുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കുറേ പിക്ചേഴ്സൊക്കെ അതിൻ്റെ മേലൊക്കെ വരച്ചിട്ട് ചുമരിലൊക്കെ വരച്ചിട്ട് ആകെ ബോറായിരിക്കുന്നു. ആ ഒരു ലുക്കൊന്നും എന്തായാലും ഇപ്പില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതും കഴിഞ്ഞ് ഇങ്ങനെ കണ്ടിങ്ങനെ റിട്ടേൺ പോകാന്നുള്ള പ്ലാൻ വിട്ട് ഇങ്ങനെ പോകട്ടെ. അപ്പം തന്നെ ഈവനിങ് അയക്കുന്നു. ഇനി എന്താണ് പ്ലാൻ, ഇനി നമുക്ക് എടപ്പള്ളി പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്തുള്ള വ്യൂ ആണിത്. അടിപൊളിയാണ് മക്കൾ. ആ പാലവും അതുപോലെ ആ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ ഇതിനെ ഫോണിൽ കാണാനായിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടോ. എടപ്പള്ളി എത്തിയപ്പോഴാണെങ്കിലോ അടിപൊളി. നമ്മൾ ആദ്യമായിട്ടല്ല ഇതൊക്കെ കാണുന്നത്. നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് വന്നപ്പോൾ ഇതൊക്കെ കിട്ടി. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടില്ല. നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ ക്രിസ്മസ് ഇങ്ങനത്തെ ഈ പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ ആദ്യമായിട്ടല്ല. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം ഭംഗിയുണ്ടായിരുന്നു കാണാനിട്ടാ. പിന്നെ അവിടെ സ്ക്രീനൊക്കെ വെച്ചാൽ സ്ക്രീനിൽ കുറേ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നു. അതുപോലെ സോങ്ങും എല്ലാം ഉണ്ട്. അടിപൊളിയായിരുന്നു എന്തായാലും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് പോയി വെക്കാന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ പോണ പോക്കിലുണ്ട് അവിടെ ശ്മശാനത്തിൻ്റെ അവിടെ കുറേ പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ എന്താ പറയുക മരിച്ചുപോയ ആൾക്കാരെ പ്രാർത്ഥിക്കാന്ന് തോന്നുന്നു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ പള്ളി കാണാൻ അതിനേക്കാളും ഭംഗി. കാരണം ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് സെറ്റാണ്. ഫുൾ കളർഫുള്ളായി കിടന്ന് മിന്നിത്തിളങ്ങുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന വ്യൂ വേറെ, അകത്തുനിന്ന് കാണുന്ന വ്യൂ വേറെ. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ താഴേന്ന് നോക്കുമ്പോൾ ഫുൾ വ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതും ഭംഗിയുണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ റിട്ടേൺ പോകാമെന്നുള്ള പ്ലാനൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ കണ്ടത് കുറേ പുൽക്കൂടുകളൊക്കെ സെറ്റാക്കിക്കുന്നുണ്ട് അവർ. ആ പുൽക്കൂടൊക്കെ ഇങ്ങനെ 2-3 ഉണ്ട്. അപ്പോൾ അത് അവരൊക്കെ അവരുടെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. അവരെന്തോ അങ്ങനെ ഒക്കെ വെച്ച് അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിക്കുക എന്നുള്ള പ്ലാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു ചെറിയ ക്രിസ്മസ് പാപ്പാനെ അതേപോലെ ചെറിയൊരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടൊരു പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ സെൻമൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന എന്തോ ഒരു വാള് പോലത്തെ ലൈറ്റ് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ആൾ ഹാപ്പിയാണ്. അങ്ങനെ നമ്മളൊന്ന് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ